സമദ് സഖാഫി, റുഷ്ദ തസ്നീം. ഈ ദമ്പതിമാരെ അറിയാത്തവരായി കേരളക്കരയിൽ ആരുമില്ലെന്ന് ചുരുക്കം. 2025 നമുക്കൊരു പുതുവർഷമായിരുന്നെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു. മിക്കയിടത്തും നടക്കുന്നത് പോലെ അവരൊരു ബുർദ സംഘടിപ്പിച്ചു. ബുർദയ്ക്ക് പാടാൻ വന്നവരിൽ ആലിമീങ്ങളും അല്ലാത്തവരും ഒക്കെയുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നാം ചിന്തിക്കേണ്ടത് ആ ദമ്പതികളുടെ കാര്യം മാത്രമാണ്. പാട്ട് വൈറലാകുന്നു. ആ ലൈവ് അപ്ലോഡ് ചെയ്ത ആൾ അതിന്റെ അപകടം മനസ്സിലാക്കി അതിൽ നിന്നും കട്ട് ചെയ്തു മാറ്റുന്നു. എന്നിട്ടും പുറത്തുപോയ വീഡിയോ നമ്മളിൽ ചില ആളുകൾ, പ്രത്യേകിച്ച് ചില ട്രോളന്മാർ, അവരുടെ അക്കൗണ്ട് റീച്ചിന് വേണ്ടിയും അല്ലെങ്കിൽ കേവലം ഒരു സന്തോഷത്തിനും വൈറലിനും വേണ്ടി മാത്രമായിട്ട് ആ വീഡിയോ ഉപയോഗപ്പെടുത്തി വേണ്ടാത്ത തരത്തിലെല്ലാം എഡിറ്റ് ചെയ്ത് പലവിധ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. നാം ഒരു കാര്യം മാത്രം ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പെങ്ങൾക്കോ ആണ് ഈ അവസ്ഥ സംഭവിച്ചതെങ്കിൽ നാം ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ലെങ്കിലും ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേലാണെന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് കൊടുമ്പിരി കൊള്ളാനുമൊക്കെ നമുക്ക് വല്ലാത്ത താല്പര്യമാണ്. ഈ അവസരത്തിൽ ഓർത്തു പോകുന്നത് ഇമാമുൽ ഗസാലി റഹ്മഹുല്ലാഹ് പറഞ്ഞൊരു കാര്യമാണ്. സ്വന്തം കണ്ണിലെ കോടാലി കണ്ടില്ലെങ്കിലും മറ്റുള്ളവന്റെ കണ്ണിലെ കരട് കാണാൻ നമുക്കൊക്കെ വല്ലാത്ത താല്പര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ട്രോളന്മാരോട് സ്നേഹപൂർവ്വം പറയുന്നു, ഒരിക്കലും അവരെ ഇനിയും നിങ്ങൾ ഉപദ്രവിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ വീഡിയോകൾ ഷെയർ ചെയ്യാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.